പ്രസാദേട്ടാ, ഏത് ടാബ്ലറ്റ് ഇപ്പൊ കഴിക്കണ്ടേ? പ്രിസ്ക്രിപ്ഷൻ മേശക്കകത്തുണ്ട്, നോക്കിക്കോളൂ. പിടിച്ചോ, 3 ഗുളികയുള്ളൂ. വലിയ സൗജന്യാണല്ലോ, 3 ഗുളികേ ഉള്ളൂ. ആര് പറഞ്ഞു ഇഷ്ടിക വീഴുന്നതിന്റെ കൃത്യം താഴ്ച നിൽക്കാൻ? അതുകൊണ്ടല്ലേ ഈ മരുന്ന് മന്ത്രമൊക്കെ വേണ്ടി വന്നത്. കഴിച്ചോ. ഒരു 10 കൂടി കൊണ്ടുവാ, വിഴുങ്ങാം. ഞാൻ റെഡിയാ. ആരാ ദേവൻ സാറെ പറഞ്ഞത് പ്രസാദേട്ടന് ഹ്യൂമർ സെൻസ് ഇല്ലാന്ന്? ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ? കേട്ടു. ചിലത് കേട്ട അപ്പത്തൊന്ന് എഴുതിയെടുക്കാൻ. മതി. മതിയല്ലോ, എന്നാ അതൻ കഴിച്ചേ. സുമിത്ര അടുത്തില്ലെങ്കിൽ എന്താ, പുള്ളിക്കാരിയുടെ പ്രതിനിധിയായിട്ട് യമുന ഉണ്ടല്ലോ, മിടിക്കുക നേഴ്സ്. എന്നെ അനുസരിപ്പിക്കാൻ ഒരു ചാൻസ് കിട്ടിയതാണല്ലോ, അത് സ്മാർട്ടായിട്ട് അങ്ങ് ഉപയോഗിക്കുക. ഒക്കുമ്പോഴല്ലേ ഒക്കു ദേവൻ സാറേ. മൂക്കത്തെ കോപമുള്ള ഭീകരനായിട്ടാണല്ലോ ഇവിടെ ഇദ്ദേഹം അറിയപ്പെടുന്നത്. പക്ഷേ ഭീകരൻ ഇപ്പൊ ജയിലില്ല, എന്റെ കസ്റ്റഡിയിൽ. യമുനെ വേണ്ട, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. സോറി, ദേഷ്യം വരാതിരിക്കാനുള്ള ഗുളിക ഇല്ല പ്രസാദേട്ടാ. ഗുഡ്, നല്ല മറുപടി. അപ്പോഴേ 1/2 മണിക്കൂറോളം താങ്കൾക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ചു. ഇനി വൈകിട്ട് കാണാം. ഓക്കെ? ശരി. യമുനെ, ഭീകരൻ ജയിലിൽ ചാടാതെ നോക്കിക്കോണം. പിന്നെ ഗുളികൾ തമ്മിൽ തെറ്റണ്ട. കാലത്ത് കൊടുക്കേണ്ടടുത്ത് വൈകിട്ട് കൊടുക്കല്ലേ. അക്കാര്യത്തിൽ പേടിക്കേണ്ട ദേവാ, ഒക്കെ ബൈഹാർട്ടാക്കി കഴിഞ്ഞു. വേറെ ഒരു ജോലിയും കിട്ടിയില്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ സെയിൽസ് ഗേൾ ആയിരുത്താം, ആർക്കും പരാതി ഉണ്ടാവില്ല. യമുനെ, ഇതൊരു ഉഗ്രം കോംപ്ലിമെന്റ് ആണ് കേട്ടോ. ഇന്ന് വരെ ഒരൊറ്റ ആളെയും പുകഴ്ത്തി പറയാത്ത മഹാനാണിത് പറഞ്ഞിരിക്കുന്നത്. യമുനയ്ക്ക് അഭിമാനിക്കാം. ഓക്കെ, ഞാൻ പോട്ടെ. താനെന്താ നിൽക്കുന്നു? ഇവിടെ ഇരിക്കേ. നേരാണോ ദേവൻ സാർ പറഞ്ഞത്? എന്ത്? ആരെയും പുകഴ്ത്തുന്ന സ്വഭാവം ഇല്ലാന്ന്. നേരാണ്. പുകഴ്ത്തൽ ഒരുതരം മുഖസ്തുതിയാണ്. എനിക്ക് മുഖസ്തുതി ഇഷ്ടമല്ല, കാരണം അത് കള്ളമാണ്. പിന്നെ എന്നെ പറ്റി പറഞ്ഞതോ? അത് മുഖസ്തുതിയല്ലല്ലോ, സത്യമല്ലേ? എനിക്ക് നേരിട്ട് അനുഭവമുള്ള സത്യം. അത് മാത്രമല്ല, യമുനയെ പറ്റി വേറെയും സത്യങ്ങളുണ്ട്, എനിക്കിഷ്ടപ്പെട്ട സത്യങ്ങൾ, യമുനയുടെ ക്യാരക്ടറിലെ സത്യങ്ങൾ. സുമിത്രയിൽ പോലും ഞാൻ കാണാത്ത സത്യങ്ങൾ. എക്സാജറേഷൻ. ഇത് എക്സാജറേഷൻ അല്ല, യാഥാർത്ഥ്യമാണ്. പ്രസാദേട്ടൻ കുറച്ചേരം മയങ്ങിക്കോളൂ. യമുനെ, ആ ബാമിങ് എടുത്തേ, വല്ലാത്ത തലവേദന. ഞാൻ പുരട്ടിത്തരാം പ്രസാദേട്ടാ. കണ്ണിലല്ല, നെറ്റിയില. മതി. മതിയോ? ഇപ്പോഴാണ് ആശ്വാസമായത്. ഇനി കുറച്ചേരം കിടന്നോളൂ. കുറച്ചേരം ആക്കണ്ട, എപ്പോഴും കിടപ്പ് തന്നെ. രോഗിയായിട്ട്. ബാബു, ഇന്ന് 13 തീയതി. അതെ, എന്തേച്ചി? 13 ആയുള്ളൂ. നാശം. ഇനിയും കിടക്കുന്നു 3 ദിവസം.
എന്തിനാ? ഈ നശിച്ച ട്രെയിനിങ് ഒന്ന് തീരെ എത്ര വേഗം ഒന്ന് അവസാനിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്റെ ദൈവമേ. ട്രെയിനിങ് തീർന്നാലുടൻ പോകേണ്ടി വരൂല്ലേ? ട്രെയിനിങ് തീരും മുമ്പേ പോവാൻ കഴിഞ്ഞെങ്കിലെന്നാ എന്റെ പ്രാർത്ഥന. വീട്ടിലെത്തട്ടെ. ഇനി സൈറ്റിൽ പോയുള്ള സൂപ്പർവേഷൻ ഒന്നും വേണ്ടാന്ന് ഞാൻ പറയും. പ്രസാദേട്ടനെ അനുസരിക്കൊന്നുമില്ലെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറയും. പ്രസാദേട്ടൻ മാത്രമല്ലല്ലോ, വേറെ എഞ്ചിനീയേഴ്സ് ഇല്ലേ അവിടെ? ജെയിംസ് നമ്പൂതിരിയൊക്കെ. അവരാരെങ്കിലും പൊയ്ക്കോട്ടെ. അത് പോരേടാ. നീ ഇതൊന്നും കേക്കുന്നില്ലേ? ആ, ചേച്ചി എന്താ ചോദിച്ചേ? നീ എവിടെയാ? ഞാൻ ട്രെയിനിങ്ങിനെ പറ്റി ആലോചിക്കായിരുന്നു. നീ എന്തിനാ അതാലോചിക്കുന്നേ? ഞാൻ പോലും ആലോചിക്കുന്നില്ല. ഓരോ ശിക്ഷകള്. ട്രെയിനിങ് അല്ല, കുടുംബജീവിതം വലുതെന്ന് മനസ്സിലാക്കാത്തൊരു മാനേജ്മെന്റും. ഇനിയും ഉണ്ടാവോ ചേച്ചി? എന്ത്? ചേച്ചിക്ക് ബാംഗ്ലൂരിൽ ട്രെയിനിങ്? അല്ല, ഞാൻ ചുമ്മാ ചോദിച്ചോന്നുള്ളൂ. താരയ്ക്ക് വല്ലാത്ത സങ്കടമായിരിക്കും നമ്മൾ പോകുന്നല്ലേ? ഏയ്, ഒരാഴ്ചത്തെ ട്രെയിനിങ് ആണെന്ന് അവളോട് നേരത്തെ പറഞ്ഞതാണല്ലോ. അതെ, എന്നാലും സങ്കടം ഉണ്ടാവുമല്ലോ. നിനക്ക് ബാംഗ്ലൂര് വിടാൻ ദുഃഖമുണ്ട് അല്ലേ? ഉം. ഉം. ആകെ ഒരു മൂഡ് ഓഫ്. ഇന്നൊരു രാത്രി കൂടി കഴിഞ്ഞാൽ പിന്നെ ഓർമ്മകളുടെ ലോകത്താണ് ഞാൻ. നാട്ടിലേക്ക് പോകുന്നതിൽ ബാബുവിന് നല്ല വിഷമമുണ്ടല്ലേ? എന്താ, താരയ്ക്ക് വിഷമല്ലേ? ഉണ്ട്, ബാബുവിനേക്കാൾ. ഒപ്പം സന്തോഷമുണ്ട്. എന്നെ പിരിയുന്നതിൽ ബാബുവിന് സങ്കടമുണ്ടെന്ന് പറഞ്ഞതാണ് എന്റെ സന്തോഷം. സ്നേഹമുള്ളതുകൊണ്ടല്ലേ ഈ സന്തോഷം. എന്തു ചെയ്യാനാ, 2 ദിവസം കൂടി ഈ നഗരത്തിൽ കഴിയണമെന്നുണ്ട്. പക്ഷേ ചേച്ചിയോടൊന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയാണല്ലോ. പ്രസാദേട്ടന് ആക്സിഡന്റ് ആയെന്നറിഞ്ഞതു മുതൽ ചേച്ചി നാട്ടിലേക്ക് പോകാൻ ധൃതി കൂട്ടുകയാ. അതിന് ചേച്ചിയെ കുറ്റപ്പെടുത്താനാവില്ലല്ലോ ബാബുട്ട. ബാബുട്ട സന്തോഷത്തോടെ സുമിത്രേച്ചിയുടെ കൂടെ പോയിക്കോളൂ. നാട്ടിലെത്തിക്കഴിഞ്ഞാ പഴയ ആളാകാതിരുന്നാ മതി. ആ പേടിയുണ്ടോ നിനക്ക്? ഇല്ലാതില്ല. എത്ര ദിവസം എന്നെ അവോയ്ഡ് ചെയ്ത് നടന്നു. ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും ഭാവിക്കാതെ. പക്ഷേ ഇനി എനിക്ക് അങ്ങനെ അകൽച്ച അഭിനയിക്കാൻ കഴിയില്ല താരേ. അപ്പോ അത് അഭിനയമായിരുന്നു അല്ലേ? പകുതി. പക്ഷെ ബാക്കി പകുതി ശരിക്കും ദേഷ്യം തന്നെയായിരുന്നു കൃഷ്ണമാമനോട്. അച്ഛനോടുള്ള ദേഷ്യം മോളോടും കാണിച്ചു അല്ലേ? അതെ. ഇപ്പോഴും ദേഷ്യമല്ലേ എന്റെ അച്ഛനോട്? പക്ഷേ മോളോടില്ല. ദൈവത്തിന് 100,000 നന്ദി. എല്ലാം എന്റെ പ്രാർത്ഥനയുടെ ഫല. പിന്നെ നാട്ടിലെത്തിയാലുടൻ ഫോൺ ചെയ്യണം. ചെയ്യാം. ദിവസവും ഫോൺ ചെയ്യണം. ഞാൻ ഉദ്യോഗസ്ഥനായിട്ടില്ല. അച്ഛൻ്റെ ചെലവിലാ ഇപ്പോഴത്തെ എൻ്റെ ജീവിതം. ദിവസവും ഫോൺ ചെയ്യാന്നൊക്കെ പറഞ്ഞാല് വളരെ ബുദ്ധിമുട്ടാ മോളെ. എങ്കിൽ ആഴ്ചയിൽ 3 ദിവസം, അല്ല 4 ദിവസം. ആയിക്കോട്ടെ. സമയം വൈകി. ഞാനിനി ക്ലാസ്സിലേക്ക് പോയിക്കോട്ടെ. പോകുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട സംഗതി പറയട്ടെ. എന്താ, പറയ്. എന്റെ അച്ഛനോ അമ്മയോ ആരൊക്കെ എതിർത്താലും ബാബുട്ടൻ വന്ന് വിളിച്ച ആ നിമിഷം ഞാൻ കൂടെ ഇറങ്ങി വരും. സത്യം? അതെ.
പോട്ടെ. ആഹാ, മോളായിരുന്നു. ആരായിരിക്കും അമ്മ വിചാരിച്ചേ? ഞാൻ വിചാരിച്ചു പോസ്റ്റ്മാൻ ആയിരിക്കുന്നു. ഭാഗത്തേക്ക് വാ. ഇന്ന് കോളേജില്ലേ? ഒരവർ നേരത്തെ വിട്ടു. എങ്കിൽ പിന്നെ ഈ വഴി വന്ന് രോഗിയായ എഞ്ചിനീയറെ ഒന്ന് സന്ദർശിച്ചേക്കാന്ന് വെച്ചു. എങ്ങനെയുണ്ടിപ്പോ? വേദനയൊക്കെ കുറഞ്ഞോ? ആ, വേദനയുണ്ടെന്ന് നമ്മളല്ലേ പറയുന്നത്. അവൻ ഒരു പ്രശ്നവുമില്ല. സമ്മതിച്ച ഇപ്പൊ തന്നെ ജോലിക്ക് പോകാൻ അവൻ തയ്യാറാ. വർത്തമാനം കേട്ടാ തോന്നും ഇഷ്ടിക വീണതും തുന്നിക്കെട്ടിയതും ഒക്കെ എന്റെ തലയിലാണെന്ന്. ചില ആളുകൾ അങ്ങനെ അമ്മേ. രോഗിയായി ചുമ്മാ കിടക്കുന്നത് ഇഷ്ടേ അല്ല. എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ വലിയ ശ്വാസം മുട്ടലായിരിക്കും. പ്രസാദേട്ടനും ആ ഗ്രൂപ്പിലാ. ഞാനൊന്ന് പോയി നോക്കട്ടെ. ഹലോ, ഇവിടെ ആരും ഇല്ലേ? ആ കുളിക്കായിരുന്നോ? അതെ. തല കുളിച്ചോ? അതിന് പെർമിഷൻ ഇല്ലല്ലോ. തല നനഞ്ഞ ലോകാവസാനം എന്നല്ലേ ഡോക്ടറുടെയും പിന്നെ എൻ്റെ അമ്മയുടെയും വാണിംഗ്. വല്ലാത്തൊരു ഗതികേട് തന്നെ. ഇതൊക്കെ ഒരു ഗതികേടാണോ പ്രസാദേട്ടാ? പ്രിവിലേജ് അല്ലേ? രാജകുമാരനെ പോലെ ഇങ്ങനെ കിടക്കുക, എല്ലാവരും നമ്മുടെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, അതൊരു സുഖമല്ലേ? ഒരു അന്തസ്സല്ലേ? ഇപ്പൊ തന്നെ കണ്ടില്ലേ, കോളേജ് വിട്ട് ഞാൻ നേരെ ഇങ്ങോട്ടല്ലേ വന്നത്. എന്തുകൊണ്ടാ? അതിൻ്റെ അർത്ഥം യമൻ എന്നെ കാണാൻ വരണമെങ്കിൽ എൻ്റെ തലയിൽ ഇടയ്ക്കിടയ്ക്ക് ഇഷ്ടിക വീഴണല്ലേ? ശ്ശോ, എന്നല്ല ഞാൻ ഉദ്ദേശിച്ചേ. ഈ പ്രസാദേട്ടൻ. അയ്യോ, എന്റെ ദൈവമേ, ഇപ്പൊ വീണേനല്ലോ. ഇതിലിരിക്കണ്ട, എണീറ്റേ, എണീക്ക്. ഓക്കെ ഓക്കെ, ഞാൻ അടിക്കാം. സ്ലിപ്പായ വീഴാതിരിക്കും. ഞാൻ ഇരുന്നോളാം. ഇതാണ് സ്ഥിതി. ഇപ്പൊ മനസ്സിലായല്ലോ എഞ്ചിനീയർ സാറിന്. എന്നിട്ടാണ് എനിക്കൊരു അസുഖമില്ല, എന്നെ എല്ലാവരും കൂടെ പിടിച്ച് രോഗിയാക്കിയിരിക്കുക എന്നൊക്കെ പരാതിയും പരിഭവവും. സുമിത്രേച്ചി നാളെ എത്തില്ലേ? അപ്പോ എന്റെ ഡ്യൂട്ടി ഇന്ന് അവസാന ദിവസം. ഈ ഹോം നഴ്സ് തന്റെ മഹനീയ സേവനം മതിയാക്കി വിടവാങ്ങുന്നു. എന്താ നോക്കുന്നേ? എനിക്ക് മനസ്സിലെങ്കിലോ ഈ ഹോം നഴ്സിനെ പറഞ്ഞുവിടാൻ. എപ്പോഴും ഈ ഹോം നഴ്സിന്റെ പ്രസൻസ് എനിക്ക് ആവശ്യമുണ്ടെങ്കിലോ? ഞാൻ തമാശ പറഞ്ഞെന്നല്ലടോ, ഐ റിയലി മീൻ ഇറ്റ്. യമന് പറഞ്ഞത് ശരിയാ. മനസ്സിന് ഇഷ്ടപ്പെട്ടവരുടെ ശ്രദ്ധയും സ്നേഹവും കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യ. ഞാനിപ്പോ ആ ഭാഗ്യം അനുഭവിക്കുക ഈ ഹോം നഴ്സ് കാരണം. പ്രസാദേട്ടാ, എന്താ എന്തൊക്കെയാ പ്രസാദേട്ടനെ പറയുന്നേ? സത്യങ്ങൾ, മനസ്സിൽ തോന്നിയത്, മനസ്സിൽ തോന്നുന്നതും
ഒളിച്ചു വെക്കാതെ ഫ്രാങ്കായി പറയുന്നതാണ് പ്രസാദ്. യമുനയ്ക്കറിയാലോ. പക്ഷേ എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിൽ മനസ്സിലാക്കാൻ പറ്റാത്തായി എന്താ ഉള്ളത്? എന്റെ മനസ്സിലെല്ലാം വളരെ വ്യക്തമായിപ്പോ. മുൻപ് പലതും അവ്യക്തമായിരുന്നു. എനിക്കിതിന് കൺഫ്യൂഷൻ തോന്നിയിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. Hey, what happened? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? കുറെ നാളായി ചോദിക്കണമെന്ന് വിചാരിക്കുക. യമുനയ്ക്ക് എന്നോട് എന്തും ചോദിക്കാം. എന്താ ചോദിക്കുന്നില്ലേ? പ്രസാദേട്ടൻ 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 എന്നെ എങ്ങനെയാ കാണുന്നേ?